ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഹാപ്പി വെള്ളിയിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് നവരാത്രി 2ാം ദിവസമാണ് കേട്ടോ. അപ്പം ഇന്ന് ഞാൻ നവരാത്രി പ്രസാദമായിട്ട് ഉണ്ടാക്കിയേക്കണത് റൈസ് പുട്ടാണ് കേട്ടോ. ഒരു സ്വീറ്റ് ആയിട്ടുള്ള ഒരു റൈസ് പുട്ടാണ് ഉണ്ടാക്കിയേക്കണത്. അപ്പം നമുക്ക് വീഡിയോ കണ്ടിട്ട് വരാം. അതിനായിട്ട് ഞാൻ 1/2 കപ്പ് ഉണക്കലരിയാണ് കേട്ടോ എടുത്തേക്കണത്. അത് തലേ ദിവസം തന്നെ വെള്ളത്തിലിട്ട് കുതിരാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിറ്റേ ദിവസമായി. അപ്പം ഞാൻ അരി ഒന്നും കൂടെ നന്നായിട്ടൊന്ന് കഴുകിയിട്ട് മിക്സിയിലിട്ട് അതൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം കേട്ടോ. ഇപ്പം ഞാനത് മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് അരിച്ചെടുക്കണം കേട്ടോ. അപ്പം ഞാനത് നന്നായിട്ടൊന്ന് അരിച്ചെടുത്തു. പിന്നെയും തരി വരും. അപ്പോൾ ആദ്യം മിക്സിയിലിട്ട് ആദ്യം പൊടിക്കും, പിന്നെ അരിക്കും, അങ്ങനെ എല്ലാം ഒന്ന് പൊടിച്ച് അരിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പൊടി ഒരു പാത്രത്തിലേക്ക് ഇട്ട് നമ്മൾ സാധാരണ പുട്ടൊക്കെ നനച്ചെടുക്കുന്ന പോലെ ഒന്ന് നനച്ചെടുക്കാം. അതിനായിട്ട് ഞാൻ വെള്ളം ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ടോ, തിളപ്പിച്ചൊന്നുമില്ല, ചെറുതായിട്ടൊരു വാം വാട്ടർ ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് ആ വെള്ളം കൊണ്ട് നമുക്ക് ഇതൊന്ന് നനച്ചെടുക്കാം കേട്ടോ. സാധാരണ പുട്ടുപൊടിയൊക്കെ വറുത്ത അരിപ്പൊടി ആവുന്ന കാരണം അതിന് കുറച്ച് കൂടുതൽ വെള്ളം വേണ്ടി വരും. ഇത് പച്ച അരിപ്പൊടി ആയതുകൊണ്ട് തന്നെ സൂക്ഷിച്ച് വെള്ളം ഒഴിച്ച് നനയ്ക്കണം കേട്ടോ. അപ്പോൾ കുറച്ച് വെള്ളത്തിൻ്റെ ആവശ്യമേ ഉള്ളൂ. പെട്ടെന്ന് അതിങ്ങനെ നനഞ്ഞ് കിട്ടും, വറുത്ത അരിപ്പൊടി അല്ലാത്ത കാരണം. ഞാനിപ്പോൾ അത് നന്നായിട്ടൊന്ന് നനച്ചെടുത്തിട്ട് പിന്നെ മിക്സിയിലിട്ട് ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ആ കട്ടയൊക്കെ ഒന്ന് ഇല്ലാതാവാൻ വേണ്ടിയിട്ട് മിക്സിയിലിട്ട് അടിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് ആവി കയറ്റി ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഇത് ആവി കയറ്റി എടുക്കാനായിട്ട് ഞാനൊരു വെള്ള തുണി എടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് നമ്മൾ ഇതിട്ട് ഒരു കിഴി പോലെ കെട്ടിയിട്ട് നമ്മൾ ഒരു പാത്രത്തിൽ വെച്ച് ആവി കയറ്റി അങ്ങനെയാണ് കേട്ടോ വേവിച്ചെടുക്കണത്. അപ്പോൾ ഞാൻ ആ മാവ് ഒരു വെള്ള തുണിയിലിട്ട് ഒരു കിഴി പോലെ കെട്ടി ആ പാത്രത്തിൽ വെച്ച് ആവി കയറ്റിട്ടുണ്ട് കേട്ടോ. ഒരു 10 മിനിറ്റ് ആവി കയറ്റിയാൽ മതി, അത് വെന്ത് കിട്ടും കേട്ടോ. അപ്പോൾ അത് അവിടെ നിന്ന് വേവട്ടെ. അപ്പോൾ നമ്മുടെ മധുരപ്പുട്ടിന് നമ്മൾ ഇവിടെ ശർക്കരയാണ് കേട്ടോ ചേർക്കണത്. ഒരച്ച് ശർക്കരയാണ് ഞാൻ ചേർക്കണത്. പാകത്തിന് കറക്റ്റ് മധുരമാവും കേട്ടോ. 1/2 കപ്പ് പൊടിക്ക് ഒരച്ച് ശർക്കര മതി. നല്ലോണം മധുരം വേണമെങ്കിൽ ശർക്കരയുടെ അളവ് കൂട്ടാം കേട്ടോ. അപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞു. അപ്പം നമ്മുടെ ആ പാത്രം തുറന്നിട്ട് നമ്മൾ നോക്കുകയാണ് കേട്ടോ. പൊടി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മാവ് നമുക്ക് വേറെ പാത്രത്തിലേക്ക് മാറ്റാം കേട്ടോ. അപ്പോൾ നമ്മൾ ആ മാവ് വേറെ പാത്രത്തിലേക്ക് മാറ്റി. അപ്പോൾ ചെറിയ ചെറിയ കട്ടകളൊക്കെ ഉണ്ട്. അത് നന്നായിട്ടൊന്ന് ഒരു സ്പൂൺ വെച്ചിട്ടൊന്ന് ഉടച്ചെടുക്കാം കേട്ടോ. ഇപ്പോൾ അത് നന്നായിട്ടൊന്ന് ഉടച്ച് നന്നായിട്ട് പൊടിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ചീനിച്ചട്ടി അടുപ്പിൽ വെച്ചിട്ട് ഞാനൊരു 1/2 സ്പൂൺ നെയ്യ് ഒഴിക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ആ നെയ്യ് ഒന്ന് ഉരുകി വരുമ്പോൾ നമുക്ക് കുറച്ച് കാഷ്നട്ട് ഒന്ന് വറുത്തെടുക്കാം. ഇപ്പോൾ ആ കാഷ്നട്ടൊക്കെ ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് നാളികേരം ആവശ്യമുണ്ട്. അതിനായിട്ട് ഞാനൊരു 1/2 മുറി നാളികേരത്തിൻ്റെ പകുതി, ഏകദേശം ഒരു വലിയൊരു 1/2 മുറി നാളികേരമായിരുന്നു, അതിൻ്റെ പകുതിയാണ് കേട്ടോ എടുത്തേക്കണത്. അതും ഇട്ട് നന്നായിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. എന്നിട്ട് അതിലേക്ക് ഞാൻ കുറച്ച് ഏലക്കാപ്പൊടിയും കൂടി ഇടുന്നുണ്ട് കേട്ടോ. അതും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരുന്ന ആ അരിപ്പൊടി ഒന്ന് ചേർത്ത് കൊടുക്കാം. അതും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം നമ്മളെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ശർക്കരപ്പാനിയാണ് കേട്ടോ ചേർക്കാനുള്ളത്. അത് കുറേശ്ശെ ഇങ്ങനെ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ആ ശർക്കരപ്പാനിയും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ആ ശർക്കരപ്പാനിയുടെ വെള്ളമൊന്ന് ചെറുതായിട്ടൊന്ന് വറ്റി വന്ന് ആ ശർക്കരയുടെ മധുരമൊക്കെ ആ അരിപ്പൊടിയിലൊന്ന് പിടിക്കുന്നവരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് ചെറുതായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കാം കേട്ടോ. ഇപ്പം നമ്മുടെ സ്വീറ്റ് പുട്ട് നന്നായിട്ട് മിക്സായിട്ട് നല്ല സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ മധുരപ്പുട്ട് നമ്മൾ ദേവിക്ക് നേദിച്ചു. അപ്പം ഇന്നത്തെ സ്വീറ്റ് പുട്ട് അടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ സ്വീറ്റ് പുട്ടിൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. താങ്ക് യു.